നമ്മൾ ഇനി അഹമ്മദാബാദിലേക്കാണ്. അവിടെ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ താഴെ ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കിയത് ഹോസ്റ്റലിന് മുകളിൽ വീണ ആ ഭാഗമാണ്. അവിടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ, മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് വിമാനത്തിന്റെ ഒരു ഭാഗം വീണത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന ഉണ്ടായിരുന്നു. വിമാനാവശിഷ്ടങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന ഭാഗം വലിയ ക്രെയിൻ ഉപയോഗിച്ച് അല്പ സമയം മുൻപാണ് പൂർണ്ണമായി താഴേക്ക് ഇറക്കിയത്. കൂടുതൽ മൃതദേഹമുണ്ടോ എന്നുള്ള പരിശോധനകൾ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഒരു മൃതദേഹം ഇന്ന് ആ ക്യാബിനിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അതും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പരിശോധന നടക്കേണ്ടതുണ്ട്. ആരുടെ മൃതദേഹമാണ് അതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അന്വേഷണ ഏജൻസികളൊക്കെ ആ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാകട്ടെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രത്യേക സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ആ തകർന്ന ഹോസ്റ്റൽ കെട്ടിടത്തിൽ അവിടെ തങ്ങി നിന്നിരുന്ന അവശിഷ്ടം അത് അവിടെ നിന്നിപ്പോൾ താഴേക്ക് ഇറക്കിയിരിക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്. ഈ ഹോസ്റ്റലിൽ എത്ര പേരുടെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നതിലൊക്കെ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. 21 മൃതദേഹമാണ് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയത്. അതിൽ 4 അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളുടേതാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പരിക്ക് പറ്റിയ ചിലർ ഇതിനോടകം ആശുപത്രി വിട്ടിട്ടുണ്ട്. പരിക്കേറ്റ മറ്റു ചിലർ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് നടന്ന തിരച്ചിലിൽ ഒരു മൃതദേഹമാണ് കിട്ടിയത്. അത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് പൂർണ്ണമായി നീക്കിക്കഴിഞ്ഞോ ഈ വിമാനഭാഗം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ വിമാനത്തിന്റെ പിറകുവശം, അപകടത്തിൽപ്പെട്ട പിറകുവശം കഴിഞ്ഞ 2 ദിവസമായി ഈ ഹോസ്റ്റലിന് മുകളിൽ തങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 ക്രെയിൻ ഉപയോഗിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് ഏജൻസികളും ചേർന്ന് ആ വിമാനത്തിന്റെ ബാക്കി ഭാഗം താഴെ ഇറക്കിയിരിക്കുകയാണ്. ഇനി അത് പരിശോധനയ്ക്കടക്കം വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു നടപടിയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 ക്രെയിൻ ഉപയോഗിച്ച് ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ ദൗത്യം ആരംഭിച്ചത്. അത് ഏകദേശം 3 മണിയോടുകൂടി എത്തുമ്പോൾ പൂർത്തിയാകും. ആ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ആ വിമാനത്തിന്റെ പിറകുവശം ഇപ്പോൾ നിലത്ത് ഇറക്കിയിരിക്കുകയാണ്. ഇനി അത് ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അത് എങ്ങോട്ടാണെന്നുള്ള കാര്യത്തിലൊക്കെ ഔദ്യോഗികമായി എയർ ഇന്ത്യയും അതോടൊപ്പം മറ്റ് ഏജൻസികളുമാണ് വ്യക്തമാക്കേണ്ടത്. നിലവിൽ 1-ൽ കൂടുതൽ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്നുണ്ട്. ഏവിയേഷൻ ആക്സിഡന്റ് സംഘവും അതോടൊപ്പം തന്നെ FAAയും GE എയറോനോട്ടിക്സ് പോലുള്ള വിദേശ ഏജൻസികളും ഒക്കെ ഈ അപകടത്തെക്കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ തീർച്ചയായും ഈ പകുതി ഭാഗം ഈ അന്വേഷണത്തിന്റെ വിധേയമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര ശ്രമകരമായാണ് അവർ ഈ ദൗത്യം പൂർത്തിയാക്കിയതെന്ന്. നിലവിൽ അത് താഴെ ഇറക്കിയിരിക്കുകയാണ്. ഈ വിമാനത്തിന്റെ മുൻഭാഗം അത് ഇടിച്ചു തകർന്ന് അപ്പുറത്തെ വശത്തേക്ക്, അതായത് ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് അപ്പുറത്തെ വശത്തേക്കാണ് വീണത്, നിലത്തേക്കാണ് വീണത്. അവിടെ നിന്ന് അതും എടുത്തു മാറ്റാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് രാജ്യത്തെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ ഏറ്റവും വലിയ ഒരു വിമാനാപകടം അഹമ്മദാബാദ് മേഘാനി നഗർക്ക് സമീപം സംഭവിച്ചത്. അതിൽ ഏകദേശം 290ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇപ്പോഴും ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ല. ആളുകൾ ആശുപത്രിയിൽ ആയ ആളുകളുടെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ല. ആശുപത്രിയിൽ ആയ ആളുകളുടെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നിട്ടില്ല. വളരെ നടുക്കത്തിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളും നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇതെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ ബ്ലാക്ക് ബോക്സ് അടക്കം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യുന്ന നടപടിയിലേക്ക് ആരംഭിച്ചിട്ടില്ല. പ്രാഥമികമായി ഇന്നലെ പുറത്തുവന്ന വിവരമനുസരിച്ച് പൈലറ്റിന്റെ വീഴ്ചയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പക്ഷികൾ തട്ടിയതോ മരത്തിലിടിച്ചതോ ഒന്നുമല്ല അപകട കാരണം, മറിച്ച് എഞ്ചിൻ തകരാറ് മൂലമുണ്ടായ ഒരു അപകട കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ബോയെ 787 എന്ന വിമാനമാണ് കഴിഞ്ഞ ദിവസം ഈ സർദാർ വല്ലഭായ് പട്ടേൽ, അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം 4 കിലോമീറ്റർ തീരുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ ഈ BJ ഹോസ്പിറ്റലിലെ ആളുകൾ താമസിക്കുന്ന, ഡോക്ടർമാർ താമസിക്കുന്ന പ്രദേശത്തെ മെസ്സിലേക്ക് ഇടിച്ചു കയറിയത്.
ഫ്ലൈറ്റിലുണ്ടായിരുന്ന 242 പേർക്ക് അതിൽ 241 പേരും ആ സമയത്ത് തന്നെ മരിച്ചു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഈ അപകടത്തെ തുടർന്ന് ഹോസ്റ്റലിലുണ്ടായിരുന്ന ഏകദേശം 4ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഒപ്പം ഈ പ്രദേശവാസികൾ ചില ആളുകൾക്കും ജീവൻ നഷ്ടമായി. അങ്ങനെയാണ് ഇതൊരു വലിയ നമ്പറിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴും ആ നമ്പർ എത്ര എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നടപടി അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ആ വിമാനത്തിൻ്റെ ബാക്കി കഷ്ണം ഇടിച്ചിരുന്ന, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് വിമാനത്തിൻ്റെ പുറകുഭാഗമാണ്. ആ പുറകുഭാഗം കഴിഞ്ഞ 2 ദിവസമായി അവിടെ ഇരിക്കുകയായിരുന്നു. ഇന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ബാക്കി ഭാഗം താഴെ ഇറക്കിയിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ചാണ് താഴെ ഇറക്കിയത്. ഇനി അത് പഠന വിധേയമാക്കും, അന്വേഷണ വിധേയമാക്കും. ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എററൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അത് ഇവിടെ നിന്ന് അടുത്ത ഏജൻസികളുടെ അടുത്തേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കെട്ടിടം പൂർണ്ണമായത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കെട്ടിടത്തിലാണ് അപകടം സംഭവിച്ചത്. ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ ഫ്ലൈറ്റ്. വളരെ അപ്രതീക്ഷിതമായൊരു അപകടം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ പൈലറ്റ് ഈ അപായ സൂചന നൽകിയിരുന്നെങ്കിലും പക്ഷേ അതിന് റിപ്ലൈ നൽകാൻ അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് സാധിച്ചില്ല. അതിനിടയിൽ അപകടം സംഭവിക്കുകയും ചെയ്തു. രാജ്യമൊന്നാകെ, ലോകമൊന്നാകെ നടുക്കിയ അപകടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വിമാനാപകടം. അതിൽ അന്വേഷണമൊക്കെ കാര്യമായി നടക്കുന്നുണ്ട്. വിവിധ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒപ്പം ബോയേജുമായി ബന്ധപ്പെട്ട് വിവിധ പരിശോധനകളൊക്കെ നടത്തണമെന്ന് ഇതിനോടകം തന്നെ ഏവിയേഷൻ വിഭാഗം റിലീസൊക്കെ ഇറക്കി, ഉത്തരവിറക്കിയിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ നടപടികളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ബാക്കി അവശേഷിച്ചിരുന്ന ആ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പുറകുവശമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ വശം താഴേക്ക് ഇറക്കി ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നത് വാഹന മുഖാന്തരം മറ്റിടങ്ങളിലേക്ക് മാറ്റും. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് അഹമ്മദാബാദിൽ നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.